പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും അതിലെ ഓരോരുത്തരുടെയും പേരുകളും അതിൻ്റെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ നിങ്ങൾ നോട്ട് തയ്യാറാക്കി നമ്മളെ ഗ്രൂപ്പിലിടുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ്. മനുഷ്യൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ എവിടെ ആണ് ജനിച്ചത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പൂർവികരെല്ലാം ഉത്ഭവിച്ചത് എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ എവല്യൂഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ, ഏത് രാജ്യത്താണ് അല്ലെങ്കിൽ ഏത് പ്രദേശത്താണ് മനുഷ്യരുടെ പൂർവികരുണ്ടായത്, നമ്മളെല്ലാവരും ഒരൊറ്റ സ്ഥലത്ത് നിന്നുണ്ടായതാണോ അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലാണുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് സിദ്ധാന്തങ്ങൾ ഉള്ളത്. അതിൽ ഒന്നാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, അല്ലെങ്കിൽ പ്രാദേശിക തുടർച്ചാ മാതൃക. മറ്റൊരു സിദ്ധാന്തമാണ് റീപ്ലേസ്മെൻറ്റ് മോഡൽ, അല്ലെങ്കിൽ ഏകോൽപത്തി മാതൃക. അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ആധുനിക മനുഷ്യരുടെ ഉത്ഭവസ്ഥലം ഏതാണ് എന്നത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് രണ്ട് വീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രാദേശിക തുടർച്ചാ മാതൃകയും മറ്റൊന്ന് ഏകോൽപത്തി മാതൃകയും. ഒന്ന് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, ദാറ്റ് ഈസ് പ്രാദേശിക തുടർച്ചാ മാതൃക. ദെൻ റീപ്ലേസ്മെൻറ്റ് മോഡൽ, അല്ലെങ്കിൽ ഏകോൽപത്തി മാതൃക. ഇങ്ങനെ രണ്ട് സിദ്ധാന്തങ്ങളാണ് മനുഷ്യൻ്റെ ഉത്ഭവസ്ഥാനം, ഏത് സ്ഥലത്താണ് മനുഷ്യൻ ഉത്ഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇതിൽ ഏകോൽപത്തി മാതൃകക്കാർ പറയുന്നത് മനുഷ്യൻ ഉത്ഭവിച്ചത് ഒരൊറ്റ പ്രദേശത്താണ്. ഏകോൽപത്തി അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് മോഡൽ എന്നുള്ള ഇതിൽ തിയറിക്കാർ പറയുന്നത് എന്താണ്? മനുഷ്യൻ ഉത്ഭവിച്ചത് ഒരൊറ്റ സ്ഥലമാണ്, അത് ആഫ്രിക്കയിലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പ്രാദേശിക തുടർച്ചാ മാതൃകക്കാർ പറയുന്നത് എന്താണ്? അല്ല, മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണ്. ഇങ്ങനെ രണ്ട് സിദ്ധാന്തങ്ങളാണുള്ളത്. അപ്പോൾ ഈ രണ്ട് വീക്ഷണങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഒറ്റ സ്ഥലത്ത് തന്നെയാണ് ജനിച്ചതെന്ന് പറയുന്നത്, അതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളും പറയണം. അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഉണ്ടായത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട നമ്മൾ തെളിവും പറയണം. അതെങ്ങനെയാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിലെ ആ ഏരിയ ഇവിടെ കാണിക്കുന്നു. മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ കഥ, പേജ് നമ്പർ 13. ആ 13ൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം പ്രാദേശിക തുടർച്ച മാതൃക, അല്ലെങ്കിൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ എന്താണെന്ന് പറയാം. അതുപ്രകാരം മനുഷ്യൻ ഉത്ഭവിച്ചത് പല പല പ്രദേശങ്ങളിലാണ്, ഒരു സ്ഥലത്തൊന്നും അല്ല. പല പല പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആദിമ ഹോമോസാപ്പിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ക്രമേണ ആധുനിക മനുഷ്യരായി മാറി. പല പല സ്ഥലങ്ങളിൽ ജനിച്ചു വീണ ആളുകളെല്ലാം പിന്നീട് എന്തായി മാറി? ആധുനിക മനുഷ്യന്മാർ. അവർക്കൊക്കെ രൂപമാറ്റം വന്ന് കാലാവസ്ഥയിലും മറ്റു വ്യതിയാനങ്ങളൊക്കെ രൂപമാറ്റം വന്ന് ആധുനിക മനുഷ്യരായി മാറിയതാണ്, അല്ലാതെ ഒറ്റ സ്ഥലത്തല്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ തമ്മിൽ വ്യത്യാസം ഉള്ളതും. മനുഷ്യരൊക്കെ ഒറ്റ സ്ഥലത്താണ് ജനിച്ചതെങ്കിൽ ചൈനക്കാരെ മുഖം നോക്കുക, നമ്മളെ മുഖം നോക്കുക, ആഫ്രിക്കക്കാരെ മുഖം നോക്കുക, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. ഈ ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ ഓരോ രാജ്യത്തുള്ള ഓരോ ആളുകളിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ജനിച്ചത് ഒരു സ്ഥലത്തല്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് മുൻപ് നിലനിന്നിരുന്ന ഹോമോ ഇറക്ടസും ഹോമോ ഹൈഡൽബർഗസും ജനതകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഹോമോ ഇറക്ടസും ഹോമോ ഹൈഡൽബർഗും തമ്മിൽ തന്നെ പരസ്പരം വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് മനുഷ്യൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ട് തന്നെ മനുഷ്യൻ ഒറ്റ സ്ഥലത്തല്ല എന്നുള്ളതാണ് പ്രാദേശിക തുടർച്ചാ മാതൃകക്കാർ, അല്ലെങ്കിൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പറയുന്നത്. എന്നാൽ ഏകോൽപത്തി മാതൃകക്കാർ പറയുന്നത് എന്താണ്? മനുഷ്യൻ ഉത്ഭവിച്ചത് ഒറ്റ സ്ഥലത്താണ്, അതെവിടെയാണ്? ആഫ്രിക്കയിലാണ് എന്നാണ് ഏകോൽപത്തി മാതൃകക്കാർ പറയുന്നത്. ഇതിന് ആഫ്രിക്കയിൽ തന്നെ, അതായത് ഒറ്റ സ്ഥലത്ത് തന്നെയാണ് ജനിച്ചത്, ആഫ്രിക്കയിലാണെന്ന് പറയാനുള്ള അതിനുള്ള തെളിവായിട്ട് പറയുന്ന ഒന്നാമത്തെ കാരണം, അല്ലെങ്കിൽ ഈ മാതൃകയെ സമർത്ഥിക്കുന്നതിന് വേണ്ടി അവർ പറയണ ഒന്ന് പറഞ്ഞാൽ, നമ്മളെ ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ
ഫിസിക്കൽ സ്ട്രക്ചർ ഏകദേശം ഒരേ, ആണുങ്ങളുടെ സ്ട്രക്ചർ ഒരേ രൂപത്തിലാണ്, പെണ്ണുങ്ങളുടെ സ്ട്രക്ചറും ഒരേ. ഇത് ഇങ്ങനത്തെ ഒരു ഒറ്റ സ്ട്രക്ചർ വരാൻ കാരണം മനുഷ്യൻ ഉണ്ടായത് ഒരു സ്ഥലത്തായതുകൊണ്ടാണെന്നാണ് ഇവർ പറയുന്ന ഒരു വാദം. എന്തുകൊണ്ടാണ് ഒറ്റ സ്ഥലത്താണ് മനുഷ്യൻ ഉണ്ടായെന്ന് പറയണത്? മനുഷ്യരുടെ രൂപസാദൃശ്യം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏകദേശം എല്ലാവരും രൂപം ഒരേമാതിരിയല്ലേ. അത് ഒന്ന്, ആ സാദൃശ്യം. മറ്റൊന്ന്, ഒരുവിധം എല്ലാവരും ഫോസിലുകൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത് മനുഷ്യൻ ഉത്ഭവിച്ചൊരു ഒറ്റ സ്ഥലത്താണ്, ആഫ്രിക്കയിൽ തന്നെയാണെന്ന് പറയാൻ കാരണം എന്താണ്? ഒരുവിധം എല്ലാ ജന്തുക്കളുടെയും എല്ലാ നമ്മൾ പഠിച്ച പൂർവികരുടെയും ഫോസിലുകൾ കൊടുത്തിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, മനുഷ്യൻ്റെ രൂപങ്ങളൊക്കെ ഒന്നാണ്, തന്നെ ഒരുവിധം എല്ലാ ഫോസിലുകളും കൊടുത്തിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ച് മനുഷ്യൻ ഉത്ഭവിച്ചത് എവിടെയാണ്? ആഫ്രിക്കയിലാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ മറ്റൊരു പറഞ്ഞു, മനുഷ്യന്മാർ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, ചൈനക്കാരെ കാണാൻ ഒരു മാതിരി, ഇന്ത്യക്കാരെ കാണാൻ വേറൊരു മാതിരി, ആഫ്രിക്കക്കാരെ കാണാൻ വേറൊരു മാതിരി, വെസ്റ്റ് ഇൻഡീസുകാരെ കാണാൻ വേറൊരു മാതിരി എന്ന് പറയണ്ടല്ലോ, അതെന്താ വ്യത്യാസം? അപ്പോൾ ഇവർ പറഞ്ഞെന്താ വെച്ചാൽ, മനുഷ്യൻ ജനിച്ചത് ആഫ്രിക്കയിൽ തന്നെയാണ്, പിന്നീട് അവർ ഓരോ സ്ഥലത്തേക്ക് മാറി, അവിടെയുള്ള കാലാവസ്ഥ വ്യതിയാനവും അവിടുത്തെ പ്രാദേശിക വ്യതിയാനം കൊണ്ട് അവരെ ശരീരത്തിൽ മാറ്റം വന്നു എന്നാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ വീട്ടുകാരൊക്കെ ഗൾഫിൽ പോയി വന്നാൽ കുറച്ച് വെളുക്കണമൊക്കെ കാണാമല്ലേ. അപ്പോൾ ഇതേമാതിരി മനുഷ്യൻ ഓരോ സ്ഥലത്തേക്കും മാറിയപ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രത്യേക ഉള്ളൊരു കഴിവാണ് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഊഷ്മാവും മറ്റുമൊക്കെ നിലനിർത്താനുള്ള കഴിവ്. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യനിൽ എന്തുണ്ടായത്? ഈ കളർ വ്യത്യാസവും മറ്റു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. സോ മനുഷ്യനുണ്ടായത് ഒരൊറ്റ സ്ഥലത്താണ്, അത് ആഫ്രിക്കയിലാണ്. അതിന് കാരണം അവിടുന്ന് ഇഷ്ടംമാതിരി തെളിവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മനുഷ്യന്മാരിലൊക്കെ രൂപസാദൃശ്യമുണ്ട്. പക്ഷേ മറ്റൊരു പറയുന്ന തെളിവുകളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ തെളിവ് വരാൻ കാരണം, വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം എന്താണ്? മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്ക് മാറിയപ്പോൾ അവിടുത്തെ കാലാവസ്ഥയും മറ്റുള്ള വ്യത്യാസങ്ങളുമാണ് അവിടുത്തെ അന്തരീക്ഷമായിട്ടുണ്ടായ മാറ്റങ്ങളാണ് മനുഷ്യൻ്റെ ശാരീരിക ഘടനയിൽ മാറ്റങ്ങളുണ്ടാവാൻ കാരണം. കാരണം അവിടുത്തെ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി മനുഷ്യൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ നമ്മളെ ബോഡി ഓട്ടോമാറ്റിക്കലി മാറ്റങ്ങൾ വരുത്തും. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്നാണ് ആര് പറയണത്? ഏകോൽപത്തി മാതൃകക്കാർ പറയണത്. എന്തായാലും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവസ്ഥാനം. മനുഷ്യൻ എവിടെ ഒറിജിനേറ്റ് ചെയ്തു, ഏത് പ്ലേസിലാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളത് ഒരു ഡിസ്പ്യൂട്ടാണ്. അതുമായി ബന്ധപ്പെട്ട രണ്ട് തിയറിയാണുള്ളത്. ഒന്ന് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, അതായത് മനുഷ്യൻ പല പല പ്രദേശങ്ങളിൽ ജനിച്ചു, പിന്നീട് അവർക്കൊക്കെ രൂപമാറ്റം വന്ന് ഇന്നത്തെ രൂപത്തിലേക്കായി മാറി. അതിൻ്റെ ആ വ്യത്യാസം കൊണ്ടാണ് മനുഷ്യനിലൊക്കെ വ്യത്യാസങ്ങളുള്ളതെന്നാണ് അവർ പറഞ്ഞത്. പ്രധാനമായും ആരൊക്കെ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്? ഹോമോ എറക്ടസും ഹോമോ ഹൈഡൽബർഗും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്താണ് ജനിച്ചതെങ്കിൽ ഈ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അവർ ന്യായീകരിച്ചത്. പക്ഷേ ഏകോൽപത്തി മാതൃകക്കാർ പറഞ്ഞെന്താണ്? മനുഷ്യരുടെ പൂർവികരുടെയൊക്കെ ഫോസിലുകൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി മനുഷ്യരുടെ ആളുകൾക്ക് തമ്മിലുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ആണും പെണ്ണും ലോകത്ത് എല്ലായിടത്തും ഒരേ മാതിരിയാണ്. ആ സിമിലാരിറ്റി ഒക്കെ കാട്ടി തന്നെ മനുഷ്യൻ ഒന്നായി. പിന്നെ എങ്ങനെ വ്യത്യാസം ഉണ്ടായി? മനുഷ്യൻ്റെ ഫിസിക്കലി ഉണ്ടായ വ്യത്യാസം കാരണം എന്താണ്? ഓരോ മനുഷ്യരും ആഫ്രിക്കയിലുണ്ടായ ആൾക്കാർ പിന്നീട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ ആ കുടിയേറിയ സ്ഥലത്തെ കാലാവസ്ഥയുമായി അനുയോജിച്ച് അവരുടെ ജീവിതം മാറിയപ്പോൾ അവരുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തിയറികളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. മനുഷ്യൻ എവിടെ ഉത്ഭവിച്ചു? രണ്ട് സ്ഥലത്ത്. ഒരു തിയറി പറയണത് എന്താണ്? ഒറ്റ സ്ഥലത്ത് തന്നെയാണ്, അത് ആഫ്രിക്കയാണ്. മറ്റേ തിയറി പറയുന്നതാണ് പല പല സ്ഥലങ്ങളിൽ ജനിച്ചു, പിന്നീട് ആധുനിക മനുഷ്യൻ്റെ രൂപത്തിലേക്ക് എത്തി. അതിനുള്ള സപ്പോർട്ടീവ് തെളിവായിട്ട് അവർ പറയണത് എന്താണ്? മനുഷ്യർ തമ്മിൽ എന്തുണ്ട്? ഫിസിക്കലി കുറേ വ്യത്യാസങ്ങളുണ്ട്. ഒറ്റ സ്ഥലത്താണെങ്കിൽ ആ വ്യത്യാസം ഉണ്ടാവില്ല. അതേ സമയത്ത് ഒറ്റ സ്ഥലത്താണെന്ന് പറയുന്ന ഒരു തെളിവായിട്ട് പറയുന്നത് എന്താണ്? എല്ലാവരുടെയും ഫോസിൽ കിട്ടിയിരിക്കുന്ന അവിടെ നിന്നാണ്, ആഫ്രിക്ക എന്നാണ്. അതേമാതിരി തന്നെ മനുഷ്യരിൽ രൂപസാദൃശ്യമുണ്ട്. പിന്നെ വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്താണ്? കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ശരീരം അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായത്. ഈ തിയറി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.